വിശേഷങ്ങളും പുതുപുത്തൻ ചലച്ചിത്ര വാർത്തകളുമായി എത്തുന്ന ടോക്കീസ് ടോക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടോക്കീസ് ടോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിനിമയിലും സീരിയലുമെല്ലാം ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയ ശ്രീ ശരത് ദാസ് ആണ്. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. ഹായ്, എങ്ങനെ ഇരിക്കുന്നു? സുഖം? ഓ, ദൈവസഹായം, ഇങ്ങനെ പോകുന്നു. ഷാജി എൻ കരുൺ എന്ന പ്രശസ്തനായ ഒരു സംവിധായകന്റെ മലയാള സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു അരങ്ങേറ്റം, ഒരു എല്ലാവരും കൊതിക്കുന്ന ഒരു തുടക്കമായിരുന്നു അല്ലേ? കുറച്ചും കൂടി സാഹിത്യത്തിലൊക്കെ പറഞ്ഞാൽ സ്വപ്നതുല്യമായ ഒരു തുടക്കം പറയാം അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രി? അത് വളരെ അവിചാരിതമാണ്. 93 ഏകദേശം 31 വർഷം ആവുകയാണ്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, സ്വപ്നം പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഒരു ദിവസം ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെ പഠിക്കും, ഇത്ര ബുദ്ധിമുട്ടിയിട്ട് എങ്ങനെ ഞാൻ പഠിച്ച് ജോലി ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോഴാണ് വൈകുന്നേരം കോളേജ് വിട്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ വന്നിരുന്നു, അച്ഛൻ്റെ ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ മകൻ്റെയും കൂടി എടുത്താൽ എൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഇതേ കഥാപാത്രമുണ്ട്, ഷാജി എൻ കരുണിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്നാൽ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയിലേക്ക് ഇല്ലില്ല ഇത്രത്തോളം അതൊരു ജീവിതം, നമ്മുടെ ജീവിത മാർഗം ആവുന്നു, അല്ലെങ്കിൽ ഞാൻ അതിൽ സെലക്ട് ചെയ്യുന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെയാണ് ആദ്യമായിട്ട്. പിന്നെ ഷാജി സാറും ജയേന്ദ്രനാഥ് സാറുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് സ്ക്രിപ്റ്റ് ഡിസ്കഷനായി. രഘുനാഥ് പല്ലിരി സാറും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 വലിയ ആൾക്കാരുടെ കൂടെയാണ് ആദ്യം തന്നെ തുടക്കം തന്നെ. പിന്നെ അച്ഛനുണ്ടായിരുന്നു എൻ്റെ കൂടെ അതിൽ അഭിനയിക്കാൻ, അച്ഛനായിട്ട് തന്നെ. പിന്നെ എൻ്റെ വല്യച്ഛനുണ്ട്, വെൺമണി വിഷ്ണു. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ അതെ ന്യൂസ് റീഡർ ആയിരുന്നു, കോഴിക്കോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അദ്ദേഹമാണ് പിറവി സിനിമയിൽ ഒരുപാട് അന്താരാഷ്ട്ര ബഹുമതികൾ കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് പിറവി, ഷാജി സാറിൻ്റെ തന്നെ. അതിൽ ഡബ് ചെയ്തിട്ട് അവാർഡ് നേടിയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹവും വല്യച്ഛനും ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം പോലെ നമുക്ക് അങ്ങനെയാണ് തുടങ്ങിയത് സിനിമയിലേക്ക്. അച്ഛനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, പ്രശസ്ത കഥകളി. അതെ അതെ, കഥകളിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അതെ അതെ. ഇപ്പോൾ കൂടെ അഭിനയിച്ചതിൻ്റെ ഓർമ്മകൾ, കുട്ടിക്കാലത്തെ ഓർമ്മകൾ, കഥകളി സംഗീതത്തിൻ്റെ കാര്യങ്ങൾ അല്ലേ? അഭിനയിച്ചതിൻ്റെ ഓർമ്മകൾ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം അവിടെ എത്തുമ്പോൾ നമ്മൾ കൂടുതൽ 2 ഇതായിട്ടാണ് അഭിനയിച്ചത്. അച്ഛൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷനാണ് അച്ഛന് കൂടുതൽ ഉണ്ടായിരുന്നത്, അല്ല സോറി കളർ പോർഷൻസ്. സിനിമയിൽ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷൻസ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അഭിനയത്തെക്കാൾ ഒരു ജീവിതത്തിലാണ് അച്ഛൻ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. ഒന്നാമത് എന്താ പറയുക, എത്ര വലിയ കലാകാരനാണെങ്കിലും നമ്മൾ താഴ്ന്നു തന്നെ പോകണം എന്നുള്ളൊരു ഇതാണ്. കഥകളി സംഗീതത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അല്ലേ? കഥകളി ഞാൻ ശരിക്കും വയലിൻ, മൃദംഗം, കീബോർഡൊക്കെയാണ് പഠിച്ചത്. ഒരു മ്യൂസിക് ഡയറക്ഷൻ ആവാനുള്ള പ്ലാനായിരുന്നു, ഡയറക്ടർ ആവാറുള്ള. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം പഠിക്കൂ, പിന്നെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. കഥകളിയിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ ഇതാണ്, അത് ഇനിയുള്ള കാലത്ത് അത് എങ്ങനെ നമുക്ക് ജീവിത ഉപാധിയാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ നിർബന്ധപൂർവ്വം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സിനിമയിൽ എന്തായാലും കലയോടായിരുന്നു ഒരു ഇഷ്ടം. അതെ, കലയായിരിക്കും എൻ്റെ മേഖല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ അതായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞ് ഷാജി എൻ കരുണിന്റെ ആ ഒരു സിനിമ കഴിഞ്ഞ ശേഷം പിന്നീട് സമ്മോഹനം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു ഞാൻ. അത് നമ്മുടെ സ്വം സിനിമയുടെ തന്നെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു. സ്വമ്മിന് ശേഷം പത്മകുമാർ സാർ, പപ്പേട്ടൻ നമ്മൾ വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമ്മോഹനം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. അതും നെടുമുടി വേണുചേട്ടൻ, മുരളിച്ചേട്ടൻ, അർച്ചന എന്ന് പറഞ്ഞൊരു. അപ്പോൾ അങ്ങനെ അതും മൂന്നാർ ആ ഭാഗത്തായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ. അതും നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്, എന്ന് സ്വന്തം ജാനകി കുട്ടിയിൽ. അത് ഈ 2 സിനിമകൾ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇത് സ്ക്രീൻ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ദിവസം ഞാൻ കോഴിക്കോട്ടേക്ക് പോയി, സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സീൻ തന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അതൊക്കെ അഭിനയിച്ച് കാണിച്ചു. അന്ന് ഒരുപാട് ഇതേപോലെ എന്നെ പോലെ വന്നിരിക്കുന്നുണ്ട് ആൾക്കാർ.
നമ്മളത് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എന്തോ ഭാഗ്യം നറുക്ക് വീണത് എനിക്കാണ്. അന്ന് കുറച്ച് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ലോണം ടെൻഷനായിരുന്നു. അത് രണ്ടുപേരും ഇപ്പൊ ഷാജി സാറിനെ പോലെ അല്ല ഹരിഹരൻ സാറും MT സാറും. അപ്പോൾ ഷാജി സാറ് കുറച്ചും കൂടി നമുക്ക് അപ്രോച്ചബിൾ ആണ്. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഇപ്പോൾ സൊമ്മിന് ശേഷം എനിക്ക് സൊമ്മ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം അല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് ആളുകൾ അറിയുന്നത് പത്രത്തിലെ ഇബ്നു അപ്പോൾ ആ ഒരു ഫിലിം ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു ലൈഫിലൊരു നല്ലൊരു മാറ്റം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അത് ഇപ്പോഴും ആൾക്കാർ ചാനലിൽ ആ സിനിമ കണ്ടിട്ട് നമുക്ക് ഇബ്നു എന്നുള്ള വിളി വരാറുണ്ട്. പിന്നെ എൻ്റെ സിനിമ കണ്ട് ഇബ്നു എന്ന് പേരിട്ട ഒരു പയ്യൻ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ പടം കണ്ട് വാപ്പ എനിക്ക് ഇബ്നു എന്ന് പേരിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. വേറെ ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം, അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇബ്നുവിൽ നിന്ന് ഒരു മാറ്റവും ഇപ്പോഴും കാണാൻ വ്യത്യാസമില്ല. അത്രയും എങ്ങനെയായിട്ടിരിക്കുന്നത്. അയ്യോ, അത് തലയിലൊക്കെ കളറടിച്ച് നമ്മൾ താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല നരയുണ്ടല്ലോ. അപ്പൊ അതൊന്നും വയ്ക്കാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. രഹസ്യം പുറത്ത് പറയണ്ട. ഒത്തിരി സീരിയലിൽ അഭിനയിച്ചു, നൂറിലധികം സീരിയലിൽ അഭിനയിച്ചു. മിനി സ്ക്രീനിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് ഇതേപോലെ തന്നെയാണ്, വയറ്റുപഴപ്പ് തന്നെയാണ് കേട്ടോ. അന്ന് സിനിമകൾ വന്ന സമയത്ത് ഇത്ര അധികം സിനിമയിൽ എനിക്ക് അധികം നല്ല സിനിമകളിൽ ചാൻസ് കിട്ടി, പക്ഷെ ഒരു തുടർച്ചയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചാലോ 2 സിനിമയിൽ അഭിനയിച്ചാലോ വലിയ താരങ്ങളായി മാറാനുള്ള അവസരങ്ങളുണ്ട്. അത്രയും സോഷ്യൽ മീഡിയ അന്നത്തെ കാലം അത്ര ഇല്ല, പത്രമാധ്യമങ്ങളും ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് പഠിത്തത്തിലേക്ക് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഒരു ഫേമിൽ ട്രെയിനി ആയിട്ട് ചേർന്നു. അച്ഛന് പിന്നെ ഇതേപോലെ കഥകളിയാണ്. അപ്പം നമുക്ക് രണ്ടുപേരും കൂടി ജോലി എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയാണ്. അല്ല, ഞാൻ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു അവിടെ നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത്. പിന്നീട് എന്താ പറയുക, കമ്പനി സെക്രട്ടറിഷിപ്പ് എഴുതാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടിട്ട് ഞാൻ ഈശ്വരനെ വിളിച്ച് കരയാത്ത ദിവസങ്ങളില്ല. ഇതാണ് കിടക്കുന്നത്. അപ്പോഴാണ് ഒരു സീരിയലിന്റെ ഓഫർ എനിക്ക് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ദിവസത്തിൽ നല്ല കുഴപ്പമില്ലാത്തൊരു പേയ്മെൻറ്റും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ 1998 ഒരു മെഗാ സീരിയലിലേക്ക് നമ്മൾ കടക്കുന്നത്. ആദ്യം ടെലിവിഷനിലേക്ക് എത്തുന്നത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ദൂരദർശന് വേണ്ടിയിട്ടുള്ള ഒരു ചെറുകഥയിലാണ് അദ്ദേഹം അഭിനയിച്ചത് ഞാൻ. അതിനുശേഷം മെഗാ സീരിയലിൽ ഇതാണ്. പക്ഷെ എല്ലാം നല്ല നല്ല കഥാപാത്രങ്ങളായിരുന്നു. സീരിയലിലെ എല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായിരുന്നു. പിന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള ഭാഗ്യം കൊണ്ട് എല്ലാം മെയിൻ സ്ട്രീം ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സീരിയൽ കഴിഞ്ഞേ ഉള്ളൂ, ബാലനും രമയും എന്ന് പറഞ്ഞൊരു സീരിയൽ. പിന്നെ ഒരു 2 സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി ഏപ്രിലിൽ ചെറിയൊരു വിദേശയാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി സീരിയൽ എടുക്കുന്നുള്ളൂ. മധുര നൊമ്പരക്കാറ്റ്, അത് ഒരു നല്ല ഫിലിമായിരുന്നല്ലോ ഇതുപോലെ അല്ലേ? അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു മുന്തിരിച്ചയിലുള്ള പെണ്ണെ പറഞ്ഞ ഒരു നല്ല സോങ് സീനുണ്ട്. ആ സോങ് ശരിക്കും ആ ഒരു ഞാൻ ആദ്യം വിചാരിച്ചത് ആ പാട്ട് കാരണം അത്രയും ലിപ് മൊമെന്റ് ഒക്കെ നല്ല നല്ല ലിപ്സിംഗ് ഒക്കെ ഉഷാറായിട്ട് വന്ന് ശരിക്കും പാടുന്ന പോലെ തന്നെ രണ്ടുപേരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ള ഒരു പാട്ടാണ്. ആ ഒരു ഫിലിമിന്റെ ഒക്കെ ഒരു ഒത്തിരി അത് നമ്മൾ നല്ല ഓർമ്മ. ഇപ്പൊ ദേവദൂതനും മധുരനൊമ്പരക്കാറ്റും ഒക്കെ അടുത്തടുത്താണ് നമ്മുടെ ഷൂട്ടിംഗ് ഉണ്ടായത്. അതിൽ നല്ലോണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കമൽ സാറാണെങ്കിലും ഒരുപാട് മധുരനൊമ്പരക്കാറ്റിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 12 പ്രൊപ്പല്ലർ ഫാൻസ് ആണ് വെച്ചിട്ടാണ് ആ കാറ്റൊരു കഥാപാത്രമായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ അതും നമ്മൾ വിചാരിച്ച അത്ര അങ്ങോട്ട് സിനിമ ഓടിയില്ല. അത്രയും നല്ല സിനിമയായിട്ടും ഓടിയില്ല എന്നുള്ളൊരു വിഷമം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇവരുടെ പ്രണയമൊക്കെ നേരിട്ട് കാണാൻ പറ്റി കേട്ടോ. നമ്മുടെ ബിജു മേനോന്റെയും സമയത്ത് അവർ രണ്ടുപേരും, അത് പിന്നീടാണല്ലോ നമുക്ക് അറിയണത്. ആ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ, പറയാതെയുള്ള. ഇപ്പൊ അത് ആലോചിച്ച് നോക്കുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിക്കാവുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണൻ, അത് ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള ഒരു കൃഷ്ണന്റെ രൂപം തന്നെയാണ് എന്നാണ് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ടാവും, പ്രത്യേകിച്ചും അമ്മമാരൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ഇതിലേക്കുള്ള അവസരം എങ്ങനെയാണ് വന്നത്? അതും ഇതേപോലെ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. മെറിലാൻഡ് സ്റ്റുഡിയോസ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതേപോലെ അവരുടെ തന്നെ അയ്യപ്പൻ സീരിയലിൽ, സ്വാമി അയ്യപ്പൻ സീരിയലിൽ ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് ഞാൻ വേഷം കെട്ടിയിരുന്നു. അതൊരു ഗസ്റ്റ് റോളായിരുന്നു. അപ്പോൾ ഒരു 3 ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ പിന്നീട് ഭാഗവതം വന്നപ്പോൾ ശരത്തെ ഒന്ന് വരുമോ എന്ന് മുരുകൻ സാർ എൻ്റെ മുതലാളി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ അവിടെ ലൊക്കേഷനിൽ പോയി വേഷമൊക്കെ കെട്ടി അത് എന്തോ മാച്ചായി, അവിടെ ഉള്ളവർക്കും ഇഷ്ടമായി. അപ്പോൾ എനിക്കും കണ്ണാടി നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. പിന്നീട് അത് അഭിനയിച്ച് ഫലിപ്പിക്കാനാണ് നമുക്ക് കുറച്ച് അതിനെനിക്ക് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഭക്തി പാരമ്പര്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെൺമണി കുടുംബത്തിൽ ഭാഗവത സപ്താഹം വായിക്കുന്ന ഒരുപാട് സപ്താഹം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കുട്ടിക്കാലം ചെറിയച്ഛനൊക്കെ അതെ, അച്ഛൻ്റെ അനിയൻ്റെ സ്ഥാനത്തുള്ളവരും അച്ഛൻ്റെ അനിയത്തിമാരും ഒക്കെ സപ്താഹം പോകുന്നുണ്ട്. അതെ, അപ്പോൾ അത് കേട്ട് വളരാനുള്ളൊരു ഭാഗ്യമുള്ളത് കൊണ്ട് പല ഭക്തരുടെയും ഉള്ളിൽ ശ്രീകൃഷ്ണൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണ എനിക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റിൽ നമുക്ക് ഞാനിത് ഇങ്ങനെ ചെയ്തോട്ടെ, തുളസിദാസ് സാറായിരുന്നു എൻ്റെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കും ഇങ്ങനെ ചെയ്തോട്ടെ, ഇവിടെ ഇങ്ങനെ ഒരു കള്ളനോട്ടം വന്നാൽ ചിലപ്പോൾ നന്നായിരിക്കും എന്നൊക്കെയുള്ള സജഷൻസ് പറയുമ്പോൾ സാറ് വളരെ ഇത് എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി തന്നെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ രീതിയിൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടമായത് എന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണനായി കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴെന്തായിരുന്നു? ആ കാലഘട്ടത്തിലൊക്കെ നല്ല നല്ല തിരക്കായിരുന്നു. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ പലരും പറയും പൂജാരിമാരുടെ അടുത്തുനിന്ന് പ്രസാദം വേണ്ട, അമ്മമാർ പറയും എനിക്ക് കൃഷ്ണൻ്റെ അടുത്തുനിന്ന് പ്രസാദം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കുറേ പേർക്ക് പ്രസാദം കൊടുത്തിട്ടുണ്ട് നിർബന്ധം പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയും ഇതൊന്നും ഞാനല്ല തരണത്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാൻ തരികയാണ് എന്നുള്ളൊരു ധാരണയോട് കൂടി തന്നെ ഞാൻ കൊടുക്കാറുള്ളത്. മിനി സ്ക്രീനിലേക്ക് പോയത് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതെ അതെ അതെ, നമുക്ക് മെയിൻ സ്ട്രീമിൽ നിൽക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ആ സമയത്ത് സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സൈഡ് റോൾ ചെയ്ത് ക്യാരക്ടർ റോളിലേക്ക് മാറിയേനെ. ആ സമയത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോൾ ഒരു നായകൻ്റെ സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് ഒരു പക്ഷേ അന്ന് ഞാൻ അതുകൊണ്ട് മാറിയോണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരെയും കാണുമ്പോൾ എനിക്ക് തോന്നും അന്ന് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തോന്നും. പക്ഷെ അത് വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു. കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്കൊരു ജോലി, സ്ഥിര വരുമാനം ഒക്കെ, ഒരു വീട് വയ്ക്കാനുള്ള ഇതൊക്കെ കിട്ടിയത് അപ്പൊ അതൊക്കെ സീരിയലിന്റെ അതെ നിലനിർത്തിയത് സീരിയൽ ഇൻഡസ്ട്രിയാണ്. പിന്നെ കുറച്ചും കൂടി വീട്ടിലൊക്കെ വന്ന് അല്ലെ രാവിലെ വന്ന് അങ്ങനെയുള്ള ട്രിവാൻഡ്രത്താണോ? അല്ല, അന്ന് കൂടുതൽ എറണാകുളത്തായിരുന്നു സീരിയൽ. ഇപ്പോ കൂടുതൽ തിരുവനന്തപുരത്ത് തന്നെ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. ഇപ്പോ എന്താ പറയുക, ശ്രീമദ് ഭാഗവത്തിലെ ശ്രീകൃഷ്ണനായാലും പത്രത്തിലെ ഇബിനു ആയാലും സൊമ്മിലെ കണ്ണനായാലും ഒക്കെ പറഞ്ഞ പോലെ ആളുകളുടെ മനസ്സിലേക്ക് കയറിയ കഥാപാത്രങ്ങളാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തെ അഭിനയം, ഇപ്പോഴത്തെ ആ ഒരു വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? അഭിനയത്തിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് വേറൊന്നുമില്ല, ആദ്യത്തെ എൻ്റെ ഇൻഎക്സ്പീരിയൻസ് ആണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഇത് പഠിച്ചു വരാനൊരു സമയമുണ്ട്. പിന്നെ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെറിയ ചെറിയ ഇമോഷൻസിന് ഡയലോഗിന് മുമ്പ് പോലും ഇമോഷൻസ് ഇടണം എന്നൊക്കെ പഠിച്ചു വരാൻ കുറച്ചും കൂടി സമയം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ചും കൂടി എന്താ പറയുക വളരെ മൈന്യൂട്ടായിട്ടുള്ള ആക്ടിങ് മതി. ഇപ്പോൾ കോമഡി ആണെങ്കിലും ഒന്നങ്ങോട്ട് പറഞ്ഞു പോയാൽ തന്നെ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഹേവിങ് ഇതാണ്. പണ്ട് കുറച്ചും കൂടിയൊക്കെ ഈ നമ്മുടെ ശരീരഭാഷ ഉപയോഗിച്ച് കൂടി നമ്മൾ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി ഡബ്ബിങ് പോലും എന്താ പറയുക, ഇപ്പം മൈക്കിന് കുറച്ച് ദൂരെ നിന്ന് ഡബ് ചെയ്താൽ മതി. മറ്റത് ഈ അളവിൽ നമ്മൾ മൈക്ക് വെച്ച് ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അന്ന് സിനിമ എന്ന് പറയുമ്പോൾ ഫിലിം എന്ന് പറഞ്ഞാൽ ഫിലിമിൽ തന്നെയായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ, ഇന്നെല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിരുന്നു. പിന്നെ വേറൊരു വ്യത്യസ്തമായ മേഖലയ്ക്ക് പോയി, ഡബ്ബിംഗ്. ഡബ്ബിംഗ്. ഡബ്ബിംഗിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതും വളരെ ആകസ്മികമായിട്ടോ. ഇതെല്ലാം ആകസ്മികമായിട്ടാണ്. ഇത് മധുരനൊമ്പരക്കാറ്റ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കമൽ സാർ എന്നെ വിളിച്ചിട്ട്, അതായത് പുതിയൊരു പടം എടുക്കുകയാണ് നമ്മൾ, അതിൽ സിദ്ധാർത്ഥ് ഭരതനാണ് അഭിനയിച്ചിരിക്കുന്നത്, അപ്പോൾ ഒന്ന് ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യാമോ ശരത്തെ എന്ന് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളം എത്തി. അങ്ങനെ സൗണ്ട് നല്ല മാച്ചിങ് ആയിരുന്നു ഇതേപോലെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡബ്ബിങ്ങിലേക്ക് വരുന്നത്. മുന്നേ ഡബ് ചെയ്ത ഒരു ഇല്ല, സീരിയൽസിലൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ഡബ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനെ പിന്നെ മലയാള ഭാഷ വായിക്കുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ നല്ലോണം വായിക്കണം എന്നുള്ളൊരു അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡറൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അത് കുഴപ്പമില്ലാതെ ചെയ്യാൻ സാധിച്ചു. പിന്നെ അങ്ങനെ അന്ന് ഈ അന്യഭാഷ നായകന്മാർ ഒരുപാട് മലയാളത്തിലേക്ക് വരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ നിരവധി ഏകദേശം 100+ സിനിമയിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഫസ്റ്റ് ആ ഒരു നമ്മളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു സിദ്ധാർത്ഥ് ഭരതന് കൊടുത്ത സമയത്ത്? അതെ, അത് അന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂല്ലോ. അപ്പോൾ അവരുടെ ശ്വാസവും നമ്മുടെ ശ്വാസവും ഒപ്പത്തിനൊപ്പമാക്കി ആ ഇമോഷൻ
ആ ആക്ടറുടെ മുഖത്തുള്ളത് ഞാൻ കൊണ്ടുവരണം. അത് ഒക്കെ അങ്ങനെയുള്ള പാഠങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഡബ്ബിങ് ശരിക്കും ഒരു കല തന്നെയാണ്. ഇന്ന് തെലുങ്കിലും കന്നഡയിലും ഒക്കെ കന്നഡ മീൻസ് കന്നഡ സിനിമകൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിന് ചില സിനിമകൾ 50-70 ഡേയ്സ് ഒക്കെ ഇവിടെ കേരളത്തിൽ ഓടിയിട്ടുമുണ്ട് അങ്ങനത്തെ സിനിമകൾ. അതൊക്കെ പുനീത്തിനൊക്കെ ചെയ്തു. പുനീത് രാജ്കുമാറിന് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ഹാപ്പി ഡേയ്സ്, അങ്ങനെ കുറെ അതെ അതെ. നമ്മൾ പക്ഷേ എഫേർട്ട് എടുക്കണം. കാരണം അവർ കുറച്ചും കൂടി സ്പീഡിലായിരിക്കും ഷോർട്സ് കട്ട് ചെയ്യുന്നതും അതുകൂടാതെ ഡയലോഗ് റെൻഡറിങ്ങും. അപ്പോൾ അതിൻ്റെ ആ മീറ്ററിൻ്റെ ഉള്ളിൽ മലയാളം ഡയലോഗ്സ് ചിലപ്പോൾ അവരുടെ 2 വാക്കിൻ്റെ നമ്മുടെ 5 വാക്കായിരിക്കും. അപ്പോൾ അത് സ്പീഡ് ചെയ്ത് അതിനുള്ളിൽ കുത്തി കയറ്റണം നമ്മൾ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ഞാൻ ഡബ് ചെയ്യാം. പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സിനിമകൾ ഓടിയതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡും കിട്ടി 2 പ്രാവശ്യം. അതെ അതെ, 2005 and 2015. അച്ചുവിന്റെ അമ്മ. പിന്നെ ഇടവപ്പാതി എന്ന് പറഞ്ഞ ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ അദ്ദേഹത്തിന്റെ അവസാന സിനിമയായിരുന്നു. അതിനും എനിക്ക് മറ്റേ യോദ്ധ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ആ ലാമ വലുതായി അഭിനയിച്ചാണ്, സിദ്ധാർത്ഥ് ലാമ. ആളിതിലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഞാൻ ഡബ് ചെയ്തിട്ട് 2nd അവാർഡ് കിട്ടിയത്. അത് കഴിഞ്ഞ ബാലയ്ക്ക് പുതിയ മുഖത്തിലുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബിയിൽ ഞാൻ ബാലയ്ക്ക് ചെയ്തിട്ടുണ്ട്. നരേന് വേണ്ടി അച്ചുവിന്റെ അമ്മ. പിന്നെ കുറെ പേർക്ക് അങ്ങനെ സൗണ്ട് ശരിക്കും വേരിയേഷൻ, അതായത് മീൻസ് മോഡുലേഷൻ ഒക്കെ മാറ്റി കുറച്ചൊക്കെ മാറ്റും നമ്മൾ ആ ക്യാരക്ടറിന്റെ മുഖത്ത് സ്ട്രോങ് ആയിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ അധികം സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഞാൻ ഒരു എന്താ പറയാ, എന്റെ സൗണ്ടിനാണെങ്കിലും ഭയങ്കര ഒരു ബേസ് സൗണ്ടോ ഒന്നും അല്ല. പക്ഷെ ബാലയുടെ കാര്യത്തിലൊക്കെ അത് കുറച്ച് എഫേർട്ട് ഞാൻ എടുത്തിട്ടാണ് ചെയ്തത്. 94 ഫസ്റ്റ് ഫിലിം, 93 ഷൂട്ടിംഗ്. അതെ, ഏകദേശം 30 വർഷത്തോളം. ഈ വർഷം 31 ആവും. കണ്ടാ പറയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ അല്ല, സ്ക്രീനേജ് ഉണ്ട് എനിക്ക്. സ്ക്രീനിൽ ഇപ്പൊ അവരൊക്കെ പ്രേക്ഷകർക്ക് കണ്ട് ഒരുപാട് കാലം അവരുടെ വളർച്ചയിലൊക്കെ ഞാനും ഉണ്ടല്ലോ, ടിവിയിലോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ആയിട്ട്. അപ്പൊ സ്ക്രീനേജ് എനിക്ക് കൂടുതലാണ്. ശരിക്കും എനിക്ക് അത്ര വയസ്സായിട്ടില്ല കേട്ടോ. അല്ല, ശരിയാണ്. ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പോലെയാണ്. അതായത് അത്രയും നമ്മുടെ ഒരു അടുത്തുള്ള ഒരാളെ പോലെ ആ ഒരു വളർച്ച ജനങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഫാമിലിയെ കുറിച്ച് ഒന്നും കൂടി പറയും. അച്ഛൻ കഥകളി, അപ്പോൾ വെൺമണി ഹരിദാസ്, അമ്മ സരസ്വതി ഹരിദാസ്, അനിയനുണ്ട്, ആളുടെ പേര് ഹരിത് ദാസ്. അതുകൂടാതെ വൈഫ് മഞ്ജു, പിന്നീട് മക്കള് വേദ, ധ്യാന. മൂത്താൾ +1-ലാണ്, രണ്ടാമത്തെ ആള് 7th-ലാണ്. രണ്ടുപേരും പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. അച്ഛന്റെ അഭിനയൊക്കെ കണ്ട് പറയാറുണ്ട്. അത് ഇവര് തന്നെ, പിള്ളേർ തന്നെ സീരിയലൊക്കെ കണ്ടിട്ട് പറയും ഇങ്ങനെയൊക്കെയാണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് ആവശ്യപ്പെടുന്നതല്ലേ കൊടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ നമ്മളെ നല്ല ക്രിട്ടിക്സ് അവർ തന്നെയാണ്. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയതായിട്ട് ഇനി വരുന്നത് 2 സിനിമകളാണ്. ഒന്ന് നമ്മുടെ ദേവദൂതനിൽ തന്നെ സിബി സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തോമസ് സെബാസ്റ്റ്യൻ സാറിൻ്റെ എന്നാണ്, അമ്മ എന്നുള്ളതാണ്, പക്ഷെ എന്നാണ് ആ സിനിമയുടെ പേര് തന്നെ. അപ്പോൾ അതൊരു പാരലൽ മൂവിയെന്നോ അല്ലെങ്കിൽ നല്ലൊരു മൂവിയാണത്. അപ്പോൾ അതിലൊരു നല്ല കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡബ്ബിങ് വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഗ്രാഫിക്സ് ഡിസൈനറാണ് ആൾ, മഹേഷ് എന്നുള്ളതാണ് പേര്. ആളുടെ ഒരു 2nd ഫിലിം വരുന്നുണ്ട്. 11 എന്നാണ് സിനിമയുടെ പേര്. ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ കുറേ നല്ല ആർട്ടിസ്റ്റുകൾ അതിലുണ്ട്. അതിലും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറീന മൈക്കിൾ അവരാണ് അതിൻ്റെ മെയിൻ ലീഡ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അതിൽ നല്ല ഒരു സിനിമയായിരിക്കും അതും. അപ്പോൾ പിന്നെ ഒരു സിനിമ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് പക്ഷേ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. അത് കാരണം എനിക്ക് പറയാൻ പറ്റാത്ത ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സംസാരിച്ചു കേട്ടോ. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ ഭാവങ്ങളും. താങ്ക് യു. നിങ്ങളുടെ പറഞ്ഞ പോലെ തന്നെ ഇനിയും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഇഷ്ടവും അനുഗ്രഹവും തന്നെയാണ് വേണ്ടത്. അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ. താങ്ക് യു. ഇന്നത്തെ ടോക്കീസ് ടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.